മിക്കവരുടെ റിലേഷൻഷിപ്പിൽ ചായ മൈറ്റ് ബി ആൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനൊരു പോയിന്റിൽ യൂട്യൂബ് സ്റ്റോപ്പ് ചെയ്യണോ? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദ ഡേറ്റ് ഇസ് ഹിയർ. ഫെബ്രുവരി 1 ആണ്. ആൻഡ് ഐ നോ യു ഹാവ് ബീൻ ലവിങ് മൈ റീസെൻറ്റ് വീഡിയോ സോ ഫാർ. പക്ഷേ എന്നത്തെയും പോലെ ക്ലീനിങ്ങും ഡിക്ലട്ടറിങ് അതൊന്നും അല്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. വാലൻറ്റൈൻ തീമിലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഫെബ്രുവരി ഈസ് എ മന്ത് ഓഫ് ലവ് ആൻഡ് ഈ വാലൻറ്റൈൻസ് മന്ത് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ബിക്കോസ് ഈ ഒരു വാലൻറ്റൈൻസ് ഡേ ഞാൻ ലാസ്റ്റ് ബാച്ചലറായിട്ടുള്ള വാലൻറ്റൈൻസ് ഡേ ആയിരിക്കും. സോ ടേക്ക് ദ ഹിൻഡ്. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളും, സോ എല്ലാ റീസെറ്റ് വീഡിയോയിലും ഫസ്റ്റ് സ്റ്റെപ്പ് ഹാസ് ടു ബി ക്ലീനിങ്. പക്ഷെ ഞാൻ എല്ലാ വീഡിയോയിലും കാണിച്ചത് കാരണം റെപ്പിറ്റേറ്റീവ് ആക്കാൻ നോക്കുന്നില്ല. ജസ്റ്റ് ഞാൻ ട്രാൻസ്ഫോർമേഷൻ മാത്രം കാണിച്ചു തരാം. എന്നിട്ട് പുതിയ പുതിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോയിലേക്ക് ചെയ്യുന്നത്. ആൻഡ് ഓൾറെഡി എൻ്റെ ടു ഡു ലിസ്റ്റ് സെറ്റാണ്. എനിക്ക് കുറേ ന്യൂ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ലുക്ക് അറ്റ് ദാറ്റ് കോർണർ. ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീരീസോ മൂവിയോ സൈഡിലൊക്കെ വെച്ച് കാണാം. സോ നമുക്ക് അത്ര ബോറടിക്കില്ല. റൂം ഒന്ന് ക്ലീൻ ആകുമ്പോൾ തന്നെ വൈബ് ഒന്ന് സെറ്റാവും, ഒരു പോസിറ്റീവ് വൈബൊക്കെ വരും. പിന്നെ ഞാൻ മിനിസോന്ന് വാങ്ങിച്ച ഈ ഒരു ഫ്രഷ്നർ സ്പ്രേ അടിപൊളിയാണ്, കുറേ നേരം ഫ്രാഗ്രൻസ് വെക്കും. ഓൾസോ ഗൈസ്, ലുക്ക് അറ്റ് ദിസ് ക്യൂട്ട് ഫ്രെയിം ഐ ഡിഡ്. ആൻഡ് ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഇനി ലുക്ക് അറ്റ് മൈ ഡെസ്ക്. ഇറ്റ്സ് ഓൾ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന നേരം കംപ്ലീറ്റ് മെസ്സാണ്. ലെറ്റ്സ് ട്രാൻസ്ഫോം ദിസ് ആസ് വെൽ. അപ്പോൾ ഞാൻ ഡെസ്ക് ഒക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഐ ജസ്റ്റ് ഷോ യു. ആവശ്യമുള്ള സാധനം ടിഷ്യൂ, മൈ ഫേവറേറ്റ് വാട്ടർ ടംബ്ലർ ഞാൻ അതിന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ദിസ് ഈസ് മൈ ഫേവറേറ്റ് ടോസ് ലാമ്പ്. പിന്നെ ഇതൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. പിന്നെ പെൻ സ്റ്റാൻഡ്. ഇതിൽ വേണ്ടാത്ത എഴുതാത്ത പെന്നൊക്കെ എടുത്ത് കളഞ്ഞു, ഡിക്ലട്ടർ ചെയ്തു. പിന്നെ സൈഡിൽ ഇപ്പോഴത്തെ എൻ്റെ SI ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് മൈ കറണ്ട് പ്ലാനർ. പിന്നെ ഞാൻ ജസ്റ്റ് 2024 ജേർണൽ വെച്ചിട്ടുണ്ട്, ബിക്കോസ് അതിൽ ഞാൻ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഐ നീഡ് ദാറ്റ്. പിന്നെ ഞാൻ വായിക്കുന്ന ബുക്കും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. സോ എനിവേ നമ്മൾ 2 ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തായാലും മെസ്സാവും, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇങ്ങനെ തന്നെ ഇരിക്കണം. അപ്പോൾ ഞാൻ ക്രാഫ്റ്റൊക്കെ കഴിഞ്ഞ് എന്തായാലും എടുത്ത് വെക്കണം. ഞാൻ എനിവേ വാലൻറ്റൈൻസ് തീമാണ് പറഞ്ഞല്ലോ. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. ഇറ്റ്സ് ലൈക്ക് ഇത് നമ്മളുടെ കുല്ലടാണ്, ചായ് കുല്ലട്. മിക്കവരുടെ റിലേഷൻഷിപ്പിലും ചായ് മൈറ്റ് ബി ആൻ ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്. നമ്മളൊരു ലോങ് ടോക്കൊക്കെ ചായയൊക്കെ കുടിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് കുല്ലഡ് വാലി ചായ് മോസ്റ്റ് ഫേവറേറ്റ് ആണ്. ആൻഡ് ഇതെനിക്ക് ചായ് ടൈംസ് ഇത് കിട്ടിയതാണ്. ആൻഡ് അത് ജസ്റ്റ് നിങ്ങൾക്ക് ഈസിയസ്റ്റ് DIY യു വിൽ എവർ സീ. ജസ്റ്റ് പെയിൻറ്റ് ചെയ്ത ഹാർട്ട്സ് മാത്രം ചെയ്തു. ഇതിൽ നിങ്ങൾക്ക് ഫ്ലവേഴ്സ് വെക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് സ്റ്റേഷനറീസ് തന്നെ വെക്കുക, ഡെസ്കിൽ തന്നെ വെക്കുന്നത്. ഇനി അപ്പോൾ അതുപോലെ കുറച്ച് സംഭവങ്ങളും കൂടെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഞാൻ ഉപയോഗിക്കാത്തൊരു പഴയ ബുക്കിലത്തെ പേജസൊക്കെ കീറിയെടുത്തത് ഈ ഒരു ഡിസൈൻ പെൻസിൽ വെച്ച് വരച്ച് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ശരിയായിട്ട് വരുന്നുണ്ട്. ഒരു ഹാർട്ട് വരയ്ക്കാനുള്ള പരാക്രമമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഫൈനലി അത് ശരിയായിട്ട് വന്നു. കട്ട് ചെയ്ത് വെച്ച പേപ്പറിൽ 2 ഹോൾസ് ഇടുക, യാൺ വെച്ചിട്ട് അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ മനസ്സിലായല്ലോ, ഒരു വാൾ ഹാങ്ങിങ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ യാണിൽ ജോയിൻ ചെയ്തത് ആ ലെങ്ത് ഒന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സെറ്റായി വരുന്നുണ്ട്. ലെറ്റ്സ് സീ. കട്ട് ചെയ്ത ഹാർട്ടിൽ ഗമ്മ് തേക്കുന്നു, ഒട്ടിക്കുന്നു, റിപ്പീറ്റ്. നമ്മൾ റെഡ് A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ട് അതിൽ റെഡ് കളർ ചെയ്യാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ ഐ ഓൾറെഡി ഹാവ് ദിസ് ഗ്ലിറ്റർ ഫോം ഷീറ്റ്. അപ്പോൾ ഇതിൽ ഹാർട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇപ്പം ചെയ്തതിൻ്റെ മേലെ ഒട്ടിക്കാനാണ് ഇനി പോകുന്നത്. വാലന്റൈൻ തീം ആയതുകൊണ്ടാണ് ഹാർട്ടും കാര്യങ്ങളും ഒക്കെ. നിങ്ങൾക്ക് ഇതിനെ ഇംപ്രവൈസ് ചെയ്തെടുക്കാം നിങ്ങളുടെ തീമിനനുസരിച്ചിട്ട്. ഞാൻ ഡബിൾ സ്റ്റിക്കർ വെച്ചിട്ടാണ് ഗ്ലിറ്റർ ഹാർട്ട് ഒട്ടിച്ചത്. സംഭവം ഫൈനലി റെഡിയായി. ഞാൻ ഈ ഒരു സൈഡിലാണ് ഹാങ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഐ ഹാവ് എ ക്യാൻഡിൽ. അപ്പോൾ ഈ സംഭവം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഐ എം ലവിങ് ഇറ്റ്. ഓൾറെഡി ഒരു വാലന്റൈൻ ടച്ച് വന്നു. സോ നിങ്ങൾ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എലമെൻറ്റ് റൂമിൽ ഒന്ന് ചേഞ്ച് ചെയ്യാൻ നോക്കുക. സോ ഒരു പുതിയൊരു സ്റ്റാർട്ടൊക്കെ പോലെ തോന്നും. ഇത് ഞാൻ എൻ്റെ ഡെസ്ക് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നോർമൽ ക്യാൻഡിലാണ്. ഇങ്ങനത്തെ സ്പൈറൽ ക്യാൻഡിലാണ്, സോയ് വാക്സിൻ്റെ ക്യാൻഡിലാണ്. ഞാൻ റൂമിലൊക്കെ യൂസ് ചെയ്യണതാണ്. ഓൾറെഡി കഴിഞ്ഞു. സോ ഐ എം ജസ്റ്റ് ഓപ്പണിങ് എ ന്യൂ വൺ. പക്ഷേ ഇവിടെയാണ് നമ്മളുടെ ക്രിയേറ്റിവിറ്റി വരുന്നത്. ഇതിൽ നമ്മൾ കുറച്ച് ഹാർട്ട്സ് ഒക്കെ വെച്ച് കൊടുക്കും. ജസ്റ്റ് പെയിൻറ്റിങ് ഇറ്റ് സോ ദാറ്റ് ഒരു വാലന്റൈൻ ടച്ചൊക്കെ വരാൻ വേണ്ടിയിട്ട്. പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യുക.
അപ്പോൾ ക്യാൻഡിൽ എടുക്കുക, പെയിൻ്റ് എടുക്കുക, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഹാർട്ട് വരച്ചു കൊടുക്കുക. പിന്നെ ഈ ക്യാൻഡിൽ ഹോൾഡറിൽ ഞാൻ പൂവും നമ്മൾ അപ്പോഴേ ചെയ്ത ഡിസൈനും വെച്ചു കൊടുത്ത് കളറാക്കി. അടുത്തത് നമ്മളൊരു DIY പോസ്റ്ററാണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്കെച്ച് പാഡ് എടുക്കുക. 150 GSM പേപ്പറാണ്. ഇതില്ലെങ്കിൽ A4 ഷീറ്റിലും ചെയ്യാം. ആൻഡ് ഭയങ്കര ഈസി ആയിട്ടുള്ള ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് അതുകൂടെ എനിക്ക് വാളിൽ ഒട്ടിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്ലാനറിൽ മെയിനായിട്ട് ഉള്ള സംഭവങ്ങളൊക്കെ ചെയ്യണം. അതായത് ഓരോ മന്ത് കഴിയുമ്പോൾ എന്താണോ ചെയ്യേണ്ടത് അതൊക്കെ ഓൾറെഡി പ്ലാനറിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഒരു പോസ്റ്ററും കൂടെ. നമ്മളിങ്ങനെ കുറച്ച് DIY ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് മൈൻഡ് റിലാക്സ് ആവും, പിന്നെ നമ്മളുടെ റൂമൊക്കെ ഒരു വേറൊരു വൈബ് ആവുമ്പോൾ നമുക്ക് ഈ ഒരു മന്തിലേക്ക് ഒരു കംപ്ലീറ്റ് പോസിറ്റീവ് എനർജി ആയിരിക്കും. ട്രൈ ഇറ്റ് അറ്റ്ലീസ്റ്റ് വൺസ്. അപ്പോൾ കാലണ്ടർ കാർഡൊക്കെ മാറ്റി നമ്മളുടെ ഈ പോസ്റ്ററും വെച്ചു. അപ്പോൾ നമ്മൾ 3 കുഞ്ഞ് DIY ചെയ്തു. മൊത്തം റൂം ക്ലീനിങ്ങും ഡെസ്ക് സെറ്റ് ചെയ്തു, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു റീസെറ്റ് വീഡിയോ ആയതുകൊണ്ട് മെയിനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓൾസോ ഇറ്റ്സ് എ മന്ത് ഓഫ് ലവ് ആസ് ഐ ഓൾറെഡി മെൻഷൻ. സോ സ്റ്റാർട്ട് വിത്ത് ലവിങ് യുവർ സെൽഫ്. അതായത് നമ്മൾ ചിലപ്പോൾ ജാനുവരി നമ്മൾ വിചാരിച്ച പോലെ പോകാൻ പറ്റില്ല. ഇറ്റ്സ് ജസ്റ്റ് ദ സെക്കൻഡ് ചാപ്റ്റർ. ഇനി നമുക്ക് 11 മന്ത്സ് ഉണ്ട്. അപ്പോൾ ജാനുവരിയിൽ പറ്റില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമുക്ക് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. സെൽഫ് ലവ് എന്ന് പറയുന്നത് ഷോയിങ് അപ്പ് ഫോർ യുവർ സെൽഫ്. നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് പ്ലാൻ ചെയ്ത് വെക്കുകയല്ല, അത് ചെയ്യുക. അപ്പോൾ ഓരോന്നും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്നത്. അല്ലാതെ ജസ്റ്റ് ടെല്ലിങ് അല്ലെങ്കിൽ ജസ്റ്റ് സെയിങ് ദാറ്റ് യെസ് ഐ ലവ് മൈ സെൽഫ്, ഐ പ്രയോറിറ്റൈസ് മൈ സെൽഫ്, ഐ ടേക്ക് കെയർ ഓഫ് മൈ സെൽഫ് എന്നും പറയുന്നതിൽ കാര്യമില്ല. നമ്മൾ അതിനു വേണ്ടി ചെയ്യണം. എനിവേ റീസെറ്റ് ആയത് കാരണം നമ്മൾ ജാനുവരി കഴിഞ്ഞു, ഇറ്റ്സ് ഓക്കെ. ഇപ്പം നമ്മളുടെ വിചാരിച്ച പോലെ പോയില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ പോയെങ്കിൽ യെസ് യു ആർ ഡൂയിങ് ഗ്രേറ്റ്. എൻ്റെ പ്ലാനറിൽ ഓൾറെഡി ഓരോ മന്ത് കഴിഞ്ഞാലും ഇങ്ങനത്തെ മന്ത്ലി റിഫ്ലക്ഷനൊക്കെ ഉണ്ട്. എനിക്ക് കഫേയിൽ പോയിട്ട് ചെയ്യണം എന്നാണ്. ഇത് കഴിഞ്ഞ് എനിക്ക് ഫ്രഷ് ആവണം. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു കഫേയിൽ പോയിട്ട് നല്ലൊരു കോഫിയൊക്കെ വാങ്ങിച്ച് ഇതൊക്കെ ഇരുന്ന് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. ബേസിക്കലി ഐ എം ജസ്റ്റ് പ്ലാനിങ് ടു റൊമാൻറ്റിസൈസ് ദിസ് സൺഡേ. ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും തിരക്കായിരിക്കും. പക്ഷേ ഫെബ്രുവരി കറക്റ്റായിട്ട് ഫസ്റ്റ് സൺഡേയിൽ വന്നു. ഓക്കെ, നമ്മൾ ഓരോ മന്ത് കഴിയുമ്പോഴും ഫസ്റ്റ് ഇപ്പോൾ ജനുവരി എങ്ങനെയുണ്ടായിരുന്നു, നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഇപ്പം നമ്മൾ വിചാരിച്ച പോലെ പറ്റിയില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചേഞ്ച് ചെയ്യാമെന്ന് ഫസ്റ്റ് ആലോചിക്കുക. നമ്മൾ എവിടെയാണ് നമുക്ക് ഒട്ടും റുട്ടീനിൽ പോകാൻ പറ്റാണ്ട് ഒട്ടും കൺസിസ്റ്റൻ്റ് ആവാണ്ടിരിക്കാൻ പറ്റിയെന്ന് ആലോചിക്കാം. ഓക്കെ, എനിവേ നമ്മളുടെ മൂഡ് മെനു കാർഡ്സ് ഉണ്ട്. ലെറ്റ്സ് സീ ദ അഫർമേഷൻ ഓഫ് ദ മന്ത്. യു ആർ വൺ സിപ്പ് ഫ്രം സ്ലേയിങ്. അതാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് യു ആർ വൺ സിപ്പ് എവേ ഫ്രം സ്ലേയിങ്, വിച്ച് മീൻസ് ഓൾ യു ഹാവ് ടു ഡു is to take some action and you are just closer to what you want. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജനുവരിയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റിയില്ല അതെങ്ങനെ നമുക്ക് ബെറ്റർ ആക്കാം എന്നൊക്കെ നോക്കാം. പക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും എല്ലാ മന്ത് ഇങ്ങനെ നോക്കുമ്പോൾ പ്രൊഡക്റ്റീവ് ആണോ അല്ലയോ എന്നൊക്കെ നോക്കുകയാണെങ്കിൽ വെർ ഇസ് ദ ഫൺ എലമെൻറ്റ്, ഇതിലെന്താ ഫൺ, യു ഓൺലി ലിവ് വൺസ്, അങ്ങനത്തെയൊക്കെ തോട്ട്സ് നിങ്ങൾക്ക് വരാം. മൈ ഐഡിയ ഇസ് നോട്ട് ടു ബി പ്രൊഡക്റ്റീവ് ഓൺ എവറി ഡേ. അതായത് എല്ലാ ഡേയും ഇങ്ങനെ വർക്ക് ചെയ്യുക, എന്താണോ ഗോൾസ് അതിന് വേണ്ടിയിട്ട് ഇതാക്കുക, അങ്ങനെയല്ല. ഫണ്ണേ ആവണ്ട, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. വി ലിവ് ഓൺലി വൺസ്, സോ ലിവ് ഫുള്ളി, ലിവ് ബെറ്റർ. നമ്മളുടെ ടൈം പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മൾ അയ്യോ ഈ സമയത്ത് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് ചെയ്യായിരുന്നു, ഹാർഡ് വർക്ക് ചെയ്യായിരുന്നു, അങ്ങനെ തോന്നി റിഗ്രറ്റ് അടിക്കരുത്. സോ നമ്മൾ പിന്നീട് നമ്മളുടെ എനർജി റിഗ്രറ്റ് ചെയ്ത് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓൾറെഡി നമ്മൾ 2026 കയറുമ്പോൾ കുറേ ഡ്രീംസും ഗോൾസും ഒക്കെ ആണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഓരോരോ മാസം നമ്മൾ നമ്മളുടെ ഗോൾസിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമ്പോൾ വി ഫീൽ ഗുഡ് അബൌട്ട് അവർ സെൽഫ്, വി ഫീൽ പ്രൗഡ് അബൌട്ട് അവർ സെൽഫ്. I have experienced it. Last year was not great for me in terms of productivity. So towards the end I felt so bad that എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് വർക്ക് ചെയ്യായിരുന്നു, കുറച്ചുകൂടെ എനിക്ക് കാര്യങ്ങൾ ചെയ്യായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ ഐ ഡോണ്ട് വോണ്ട് ടു ഫീൽ സെയിം അബൌട്ട് മൈസെൽഫ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. സോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഓരോ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. റിഫ്ലക്ഷൻ എന്ന് പറയുന്നതാണ് നമ്മളുടെ മുന്നത്തെ മാസം എങ്ങനെയുണ്ട് നോക്കിയിട്ട് ഈ മാസം നമുക്ക്
എങ്ങനെ അടിപൊളിയാക്കാമെന്ന് വിചാരിക്കുന്നത്. ആൻഡ് ഇതിൽ ഈ പ്ലാനറിൽ ഇങ്ങനത്തെ സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റൊക്കെ ഉണ്ട്. വിചാരിച്ചത്ര ഗോൾസൊക്കെ എത്തിയോ, നമുക്ക് കുഞ്ഞു കുഞ്ഞു ഗോൾസൊക്കെ. അപ്പോൾ എൻ്റെ വെയിറ്റ് ലോസ്, നിങ്ങൾക്ക് 10 kgs നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മാസം അറ്റ്ലീസ്റ്റ് 1 kg എങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ 1 സ്റ്റെപ്പ് അഹെഡ്. അതൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ വിൽ ഫീൽ ഗുഡ് അബൌട്ട് അവർ സെൽഫ്. ഇതൊക്കെയാണ് മന്ത്ലി റിഫ്ലക്ഷൻ വരുന്നത്. കുറച്ച് ഫെബിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ. അതൊക്കെ ചെയ്യുക. ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. ലോണ്ട്രി ഡൺ, ഷവർ ഡൺ. സോ ഐം ഡൺ വിത്ത് ഷവർ. അപ്പോൾ ഓൾറെഡി ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ട്. നൗ വി ആർ ഗോയിങ് ടു എ കഫേ ആൻഡ് ഗോയിങ് ദെയർ ആൻഡ് ഡൂയിങ് ഓൾ ദ ജേർണലിങ് ആൻഡ് സ്റ്റഫ്. കഫേയിലേക്കൊക്കെ പോവുക, അവിടെ ഇരുന്ന് ജേർണലിങ് ചെയ്യുമ്പോൾ ഇതുപോലൊരു സംഭവം കൊണ്ടുപോകുക. ഐ ജസ്റ്റ് ഷോ യു പെൻ ആൻഡ് ഇതിൽ ഇങ്ങനത്തെ ഗ്ലൂ, ഹൈലൈറ്റേഴ്സ്, ഇങ്ങനെ ജസ്റ്റ് സ്റ്റിക്കേഴ്സ് മാത്രം വയ്ക്കും. അപ്പോൾ ഞാനൊരു റെഡ് തീമിലാണ് ഇന്ന് ചെയ്യുന്ന ജേർണൽ. സ്റ്റേ ട്യൂൺഡ്. സോ ലെറ്റ്സ് ഗോ ഫോർ എ സോളോ ഡേറ്റ്. സോ ഞാൻ കഫേയിലെത്തി ആൻഡ് ഐ എം സോ എക്സൈറ്റഡ്. ഫസ്റ്റ് തന്നെ പ്ലാനർ എടുത്ത് വെച്ചിട്ട് നമ്മളുടെ ജനുവരി എങ്ങനെയുണ്ടായിരുന്നു, എന്തൊക്കെ ബെറ്റർ ആക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ചെയ്യാൻ തുടങ്ങി. ഇതിലൊരു സെൽഫ് അസസ്മെൻറ്റ് ആക്ടിവിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴായിരുന്നു എനിക്ക് കുറേ കാര്യങ്ങൾ റിയലൈസ് ആയത്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ പുതിയ മന്തിൽ വേണ്ട കോട്സ് ഒക്കെ ഞാൻ ആഡ് ചെയ്ത് ന്യൂ മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ ചോദിച്ചിരിക്കുന്ന റിഫ്ലക്ഷൻ, ഹൗ വാസ് യുവർ മന്ത്, what flavor would this month be, bitter, sweet or a mix? So it's like it was a mix for me. Bitter അല്ല ഒരിക്കലും. സോളോ ഡേറ്റ്സ് ആർ ഫൺ. അത് ഫൺ ആവുന്നത് ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോഴാണ്. ജസ്റ്റ് അവിടെ പോവുക, ഫുഡ് കഴിക്കുക, ഫോൺ സ്ക്രോൾ ചെയ്യുക. അതല്ല, നിങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുക. പിന്നെ പുതിയ മന്തൊക്കെ അല്ലേ, നമ്മളുടെ വാൾപേപ്പറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക, ഒരു മൂഡ് ബോർഡൊക്കെ ഉണ്ടാക്കി അത് നമ്മളുടെ വാൾപേപ്പറായിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കും. ലെറ്റ്സ് ഗോ ഗൈസ്. ഹലോ, ഫൈനലി ഐ എം ബാക്ക് ഹോം. ഇറ്റ് ഫെൽ സോ ഗുഡ്. അവിടെ പോയിട്ട് ജേർണലിങ് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ശരിക്കും നല്ല റീഫ്രഷ് ഫീലിംഗ് ആണ്. ആൻഡ് ഐ റിയലൈസ്ഡ് ഹൗ മച്ച് ഐ ലവ് സ്പെൻഡിങ് ടൈം വിത്ത് മൈസെൽഫ്. യു ഷുഡ് ട്രൈ ഇറ്റ് ടു. നിങ്ങൾക്കിപ്പോൾ ആരെങ്കിലും കഫേ പോകാൻ ആരും ഇല്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ട്രൈ അറ്റ്ലീസ്റ്റ് വൺസ്. നിങ്ങളുടെ കൂടെ ഒന്ന് അതായത് ഒറ്റയ്ക്കൊന്ന് സോളോ ഡേറ്റ് പോലെ, എന്നിട്ട് വെറുതെ പോയിട്ട് അവിടെ കഫേയിൽ പോയിട്ടിരിക്കുക, അങ്ങനെയല്ല. ജസ്റ്റ് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്യുക, ലൈക്ക് ജേർണലിങ്, ക്രാഫ്റ്റ്. ഇപ്പോൾ ജാനുവരി റിഫ്ലക്ഷൻ നമ്മൾ ചെയ്തു, പ്ലാനർ ഫിൽ ചെയ്തു, ജേർണൽ ചെയ്തു. ആണ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത ജേർണൽ. സോ ഫിൽ ചെയ്തത് കുറച്ച് മാനുവായത് ഞാൻ ജസ്റ്റ് ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് എഴുതി. ആക്ച്വലി ഞാൻ സെൽഫ് ലവ് എന്നുള്ള തീമിൽ ചെയ്യാമെന്നൊക്കെയായിരുന്നു വിചാരിച്ചത്, പക്ഷെ ഡിവേറ്റ് ആയിപ്പോയി. എനിവേ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തു. ആക്ച്വലി എൻ്റെ ടു ഡു ലിസ്റ്റിലുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഐ ഫീൽ സോ ഗുഡ്. ഓൾസോ ഗൈസ്, ദിസ് PH ലിപ് ബാം, ഇത് അടിപൊളിയാണ്. യു ഗൈസ് ഷുഡ് ട്രൈ ബിക്കോസ് പിഗ്മെൻറ്റേഷന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു നാച്ചുറൽ ലിപ്സ് കൊണ്ടുവരും. സോ ഇറ്റ്സ് റിയലി ഗുഡ്. ഓൾസോ വി ആർ എബൌട്ട് ടു ഹിറ്റ് 3000 സബ്സ്ക്രൈബേഴ്സ് സൂൺ. ഒബ്വിയസ്ലി ഗിവ് അവേ ഉണ്ടാവും. ക്യൂട്ട് പ്രോഡക്റ്റ്സ് ആയിരിക്കും. ഞാൻ ഓൾറെഡി മിനിസോന്ന് 2 സാധനം വാങ്ങിച്ചു കഴിഞ്ഞു. പക്ഷേ എന്താ ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ഗിവ് അവേ ഇട്ടതിന് ശേഷമാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് കുറച്ച് കുറഞ്ഞത്. കാരണം ഗിവ് അവേക്ക് വേണ്ടി മാത്രം സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടായിരുന്നു. സോ അവരെൻ്റെ കോണ്ടൻ്റായിട്ട് റിലേറ്റ് ചെയ്യണം എന്നുണ്ടാവില്ല, ജസ്റ്റ് ഗിവ് അവേക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. സോ ഇപ്രാവശ്യം സബ്സ്ക്രൈബേഴ്സിനായിരിക്കും ആൻഡ് യൂഷ്വലായിട്ട് എൻ്റെ വീഡിയോയിൽ ഇൻട്രാക്ട് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും, ഈവൺ ഇഫ് ഇറ്റ്സ് ദ പീപ്പിൾ ഐ നോ. സോ ഞാൻ ഗിവ് അവേക്ക് വേണ്ടി മാത്രമായിട്ടൊരു വേറൊരു പോസ്റ്റ് ചിലപ്പോൾ ഇടുന്നുണ്ടാവില്ല, ഇതിലുള്ള വെച്ചിട്ട് തന്നെ ആയിരിക്കും ഇടുന്നുണ്ടാവുക. സോ സ്റ്റേ ട്യൂൺഡ്, ഐ ലെറ്റ് യു ഓൾ നോ. ഓൾസോ ഗൈസ്, ആ PH ലിപ് ബാം നല്ലൊരു ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്. മേലത്തെ ലിപ്സിൽ അത്ര ഇല്ലെങ്കിലും താഴത്തേൽ നല്ലോണം ഉണ്ട്. എനിവേ, ഈ ഒരു ഇയർ ഭയങ്കര ഹെക്റ്റിക്കാണ്. കുറേ പ്ലാനിങ്ങും ഷിഫ്റ്റിങ്ങും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പോയിന്റിൽ യൂട്യൂബ് സ്റ്റോപ്പ് ചെയ്യണോ, കണ്ടന്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാണ്ടിരിക്കണോ, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ദെൻ ഐ ഡിസ്കസ്ഡ് ഇറ്റ് വിത്ത് മൈ ഫ്രണ്ട് ആതിര. സോ അവൾ പറയുന്നത് എനിക്ക് ഭയങ്കര റിലേറ്റ് ആയി തോന്നി. നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആവും വിചാരിക്കണം. ഇതൊരു പ്രൊഡക്ടിവിറ്റി ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന എന്ത് സംഭവം ആണെങ്കിലും അതിൽ ഒരുപാട് റിസൾട്ടും കാര്യങ്ങളൊന്നും ആലോചിക്കാതെ ചെയ്യാം. ആസ് ഐ ടോൾഡ്, ഗിവ് അവേക്ക് ശേഷം ഭയങ്കര എൻഗേജ്മെൻറ്റ് കുറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ഡെയിലി പോസ്റ്റ് ചെയ്യാനും ഭയങ്കര ഉള്ളൊരു ത്രില്ല് കുറച്ച് പോയി. ആൻഡ് ഇപ്പോൾ ജാനുവരിയിൽ ഞാൻ ആ ഒരു എൻഗേജ്മെൻറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട പോലെ ആയിപ്പോയി. സോ ഐ വിൽ സ്റ്റോപ്പ് ദാറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യും. അതായത് വേറെ ഒരു കാര്യങ്ങളും, കാരണം കുറേ പ്ലാനിങ് ഒക്കെ വരികയാണ്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും
വേറെ കാര്യങ്ങൾക്കൊന്നും ഒരു സ്റ്റോപ്പ് ആവാതെ, അതായത് വേറെ കാര്യങ്ങൾക്കൊന്നും പ്രശ്നമാവാത്ത രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യും, പോസ്റ്റ് ചെയ്യും. ദർ ഈസ് നോ ഹാം ഇൻ ഡൂയിങ് സംതിങ് ദാറ്റ് ഐ ലവ്. ഐ എം നോട്ട് ചേസിങ്, ഐ ജസ്റ്റ് അട്രാക്ട്. സോ അപ്പോൾ അവൾ പറഞ്ഞത് എനിക്ക് ഭയങ്കര റിലേറ്റ് ആയി തോന്നി. നമ്മൾ ഒരുപാട് പ്രഷറൊക്കെ കൊടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു ഫൺ എലമെൻ്റ് അവിടെ നഷ്ടപ്പെടുകയാണ്. സോ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി ഞാൻ ഒരുപാട് സ്ക്രോൾ ചെയ്യണതിന് പകരം ഞാൻ ജസ്റ്റ് എഡിറ്റ് ചെയ്യുന്നു, ഷൂട്ട് ചെയ്യുന്നു. ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് ജേർണലിങ്. ഞാൻ കുറേ ആയിട്ട് ചെയ്യുന്ന ജേർണലിങ്. കോവിഡ് ടൈമിലൊക്കെ ഞാൻ ജേർണലിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഐ വാസ് ജസ്റ്റ് ഡൂയിങ് വാട്ട് ഐ ലവ്. ഞാൻ ഇപ്പോഴും ഐ എം ജസ്റ്റ് ഡൂയിങ് വാട്ട് ഐ ലവ്, ബട്ട് ഐ എം ജസ്റ്റ് ഷെയറിങ് ഇറ്റ് വിത്ത് യു ഓൾ, അത്രേ ഉള്ളൂ. ആൻഡ് ആ പ്രോസസ്സും എനിക്കിഷ്ടമാണ്. ഷൂട്ട് ചെയ്യുന്നത്, ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നതും, അത് പിന്നെ എഡിറ്റ് ചെയ്യുന്നതും. ഞാൻ ഒരു നോർമൽ എഡിറ്റല്ല, എപ്പോഴെങ്കിലും എന്തെങ്കിലും എഫക്ട്സ് ഒക്കെ കൊടുത്തിട്ടൊക്കെ ചെയ്യുക. അതൊക്കെ എനിക്കിഷ്ടമാണ്. ഐ ജസ്റ്റ് കീപ് ഡൂയിങ് വാട്ട് ഐ ലവ് ആൻഡ് യു ഷുഡ് ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ജസ്റ്റ് അതിൻ്റെ റിസൾട്ട്സ് ഒന്നും ഇപ്പോൾ ആലോചിക്കേണ്ട. ജസ്റ്റ് എൻജോയ് ദ ജേർണി, എൻജോയ് ദ പ്രോസസ്, ദാറ്റ്സ് ഓൾ. എനിവേ, അപ്പോൾ നമ്മൾ ഈ ബാക്കിലുള്ള ഫ്രെയിംസ് മാറ്റാൻ പോവാണ്. ഐ എം ഗിവിങ് എ ഫൈനൽ വാലൻറ്റൈൻ ടച്ച്. എന്നിട്ട് ഞാൻ ഈ ഒരു പോർഷൻ കാണിച്ചു തരാം. എൻ്റെ റൂം ഡെക്കർ വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ദെർ ഇസ് എ ബോ ഇൻ ഇറ്റ്. ആൻഡ് ഐ ലവ് ബോസ്. എനിക്ക് കുറേ ബോ, ഹാർട്ട്സ്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ദിസ് ഇസ് ഇറ്റ്. പെൺകുളിർക്ക് കണ്ടോളൂ. ഫൈനലി ഇറ്റ്സ് ഡൺ. ഒരു വാലൻറ്റൈൻ ടച്ചൊക്കെ വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ കമൻസിൽ പറയുക. ഈവൻ മൈ ഫോൺ കേസ് ഇസ് വൈബിങ്. അപ്പോൾ ഓക്കെ ഗൈസ്, കീപ് ഡൂയിങ് തിങ്സ് യു ലവ്, കീപ് ലവിങ് യുവർ സെൽഫ്. ലെറ്റ്സ് ഗ്രോ ആൻഡ് ഗ്ലോ ടുഗെദർ. ബൈ.